ഹായ് ഡിയേഴ്സ്, നൈറ്റ് കഴിഞ്ഞ് നൈറ്റ് ഓഫ് ആയി എന്നെ കൂട്ടാൻ വന്ന ആളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല കേട്ടോ. നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങേണ്ട എന്നെയും കൂട്ടി കങ്കുവ സിനിമ കാണാൻ പോകാനുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ പിന്നെ മോർണിംഗ് അല്ലേ, നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ച് ഞങ്ങളന്ന് ഗോവ ട്രിപ്പ് കഴിഞ്ഞ് മോർണിംഗ് വരുമ്പോൾ ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കെട്ടിയോനെയും കൊണ്ട് വരണമല്ലോ. അല്ല, അതങ്ങനെയാണല്ലോ അല്ലേ. അതെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കുറ്റിച്ചിറയിലെ ചാമ്പ്യൻസിലാണ്. നല്ല അടിപൊളി എന്താ ബീഫും പൊറോട്ടയും ചിക്കനും ഒരുപാട് വെറൈറ്റി ഒരുപാടില്ലെങ്കിലും പക്ഷേ ഈ ഉള്ളതൊക്കെ അടിപൊളി ടേസ്റ്റുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴി ബീച്ചിൽ കൂടെ വന്നപ്പോൾ വെള്ളം കണ്ടപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങാനൊരു കൊതി. അങ്ങനെ ബീച്ചിൽ ഇറങ്ങി. വെള്ളം നന്നായിട്ട് മേലോട്ട് കയറിയിട്ടുണ്ടായി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് വേഗം തന്നെ തിരിച്ചിറങ്ങി കേട്ടോ. കാരണം നമ്മുടെ മെയിൻ ലക്ഷ്യം ഇതല്ലല്ലോ. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിനായി ഹൈലൈറ്റ് മോളിലേക്ക് നേരെ വിട്ടു. അവിടെ പാലക്സിലാണ് നമ്മൾ ഫിലിം ബുക്ക് ചെയ്തേക്കുന്നത്. ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഈ സിനിമയെ പറ്റി ഉണ്ടെങ്കിലും ഞങ്ങൾ ഈ സിനിമ കാണാൻ കാരണം ഈ മുതലാണ് നമ്മുടെ സൂര്യ. ബട്ട് ഹി റിയലി മെറ്റ് അവർ എക്സ്പെക്റ്റേഷൻ ആൻഡ് ഹിസ് ഡെഡിക്കേഷൻ ലെവൽ അയ്യോ പറയാനില്ല. ആൻഡ് പെർഫോമൻസ് വേർ ഫയർ, അടിപൊളിയായിരുന്നു. പിന്നെ നെഗറ്റീവ് പറയുന്നവർ അത് മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടും നെഗറ്റീവ്സ് ഒരുപാട് പറഞ്ഞു കൂട്ടുന്നവർക്ക് പറയണ്ടെന്നല്ല, പക്ഷേ കുഴപ്പമില്ല. 3D ഫിലിമായിരുന്നു അത്. ഞങ്ങൾ 3Dയിൽ എനിക്ക് 3D ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഫിലിം കഴിഞ്ഞ് ഇറങ്ങി എനിക്കൊരു സ്വീറ്റ് ക്രേവിങ്. നേരെ വിട്ടു ഹഗ് ആൻഡ് മഗിലേക്ക്. അവിടുത്തെ ചോക്ലേറ്റ് ഫിൽഡ് ബൺ ഡോണറ്റ് പ്ലസ് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ് കഴിച്ചത്. നല്ല ക്രീമി തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു സ്വീറ്റ് ലവർ അല്ല, പക്ഷേ ഒരുപാട് മധുരം അങ്ങ് കഴിച്ചതുകൊണ്ട്, ഒരുപാട് മധുരം അല്ലായിരുന്നു പക്ഷേ കഴിച്ചതുകൊണ്ട് എന്താ പറയുക, ഇര വിഴുങ്ങിയ അവസ്ഥയിലിരിക്കണം എന്നെയും കൂട്ടി വീട്ടിൽ പോകാനുള്ളതിന് ലെവൻ്റെ ഒരു ചോദ്യം. വിട്ടാലോ ഒരു ചായ കുടിക്കാൻ ചുരത്തിലേക്ക്. പിന്നെ ആ ചോദ്യത്തിന് മുന്നിൽ ഞാനും വീണു. ഓക്കെ, എന്നാൽ വാ പോകാം. നമ്മുടെ നാട്ടിലൊന്നും ചായ കിട്ടാനില്ലല്ലോ അല്ലേ. ശരിയാണ്, കിട്ടാനില്ല, നേരെ പോകണം. അങ്ങനെ വൃശ്ചികം ഒന്നായി, ഇനി മഴ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മഴക്കോട്ടെടുക്കാതെ വന്ന എൻ്റെ കെട്ടിയോനും എനിക്കും കിട്ടി പണി. നല്ല അടിപൊളി മഴ തന്നെ കിട്ടി. അപ്പോൾ പിന്നെ ചുരം കയറണോ, കൂട്ടില്ലല്ലോ എന്ന കൺഫ്യൂഷനിൽ എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാം. അപ്പം മഴയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറാമല്ലോ എന്നും പറഞ്ഞിട്ട് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്, അങ്ങനെ എന്തൊരു സംഭവമില്ല. അതുപോലെ തന്നെ ആൾ ഉദ്ദേശിച്ച സെയിം കട തന്നെ ഞങ്ങൾ മഴ പെയ്ത് അടുത്തെത്തിയപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടേക്ക് കയറി. ഇനി ചുരം കയറിയോ, അവിടെ പോയി ചായ കുടിച്ചോ എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ഇത് നമ്മുടെ ഹോട്ടലിലെ എന്താണ് പസിലാട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.